ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ ഓർത്തഡോക്സ് റേഡിയോയിൽ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ധ്യാന ചിന്തകളുമായി അഖില മലങ്കര പ്രാർത്ഥനാ യോഗം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുതമ്പുരാൻ്റെ മഹത്വപൂർണമായ ഹോശന്ന പെരുന്നാളിൻ്റെ ദിനം യെരുശലേം നഗരത്തിലേക്കുള്ള രാജകീയ ജൈത്രയാത്ര, വലിയ നോമ്പിനും പീഡാനുഭവത്തിനും ഇടയിലുമുള്ള അനുഗ്രഹീതമായ ദിനം. നസ്രയത്തിലെ യേശു യെരുശലേമിലേക്ക് കടന്നു വരുന്നു. അവനെ സ്വീകരിപ്പാനായി യെരുശലേം തെരുവീഥികൾ ഒരുങ്ങിയിരിക്കുന്നു. സൈത്തിൻ്റെയും ദക്കിലയുടെയും കൊമ്പുകളാൽ അവനെ സ്വീകരിക്കുന്നു. പിതാക്കന്മാർ ഈ ദിനത്തെ പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിയസ് എൻട്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു തമ്പുരാൻ്റെ മഹത്വപൂർണമായ പ്രവേശനം എന്നുള്ളതാണ്. ആബാലവൃദ്ധ ജനങ്ങളും അവനെ ദർശിച്ചുകൊണ്ട് അവന് ഹോശന്ന ഹോശന്ന എന്ന് ആർത്തു വിളിക്കുന്നു. യേശു തമ്പുരാനെ കണ്ടപ്പോൾ യഹൂദ ജനസമൂഹം മുഴുവനും ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അപാര ബുദ്ധിശാലികളും ഭരണതന്ത്രജ്ഞന്മാരും വീരശൂര പരാക്രമികളുമാണ്. അവർ ഏർപ്പെട്ട മേഖലകളിലും പ്രവർത്തിച്ച പന്താവുകളിലും ഉന്നത വിജയവും നല്ല സാക്ഷ്യവും നേടിയിട്ടുള്ളവരുമാണ്. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ പാളിച്ച വന്നതിനാലായിരിക്കാം അവർ കാലാന്തരത്തിൽ പല രാജ്യങ്ങളുടെയും അടിമകളായി മാറുന്നു. BC 587 യഹൂദജാതി ബാബിലോണിയയിലേക്ക് പ്രവാസികളായി പോകുന്നു. ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കി കൊണ്ടുപോകുന്നു. തുടർന്ന് അസീറിയൻ, യവനൻ, പേർഷ്യൻ, റോമൻ ആധിപത്യത്തിന് കീഴിൽ യഹൂദന്മാർ BC 587 ബാബിലോണിയൻ പ്രവാസത്തോട് തുടങ്ങുന്ന അടിമത്വം പിന്നീട് അസീറിയൻ, യവന, പേർഷ്യൻ, റോമൻ ആധിപത്യത്തിന് കീഴിലാകുന്നു. ഇക്കാലത്ത് അടിമത്വം തകർക്കുവാൻ പലരും രംഗപ്രവേശനം ചെയ്യുന്നുവെങ്കിലും, ഉദാഹരണത്തിന് സെരുബാബേൽ, എസ്ര, യൂദാസ് മക്കാബിയസ് തുടങ്ങിയവർ ആത്യന്തികമായി ഒന്നും വിജയം നേടുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും ഓരോ അടിമത്വത്തിന് കീഴിലായി ഇസ്രായേൽ മാറുന്നു. ദേവാലയ ആരാധനയും റബനിക് സ്കൂളുകളും ശക്തമായൊരു കാലഘട്ടം. ബുദ്ധിരാക്ഷസന്മാരിലും ശക്തന്മാരായ നേതാക്കന്മാരിലും ഇസ്രായേൽ ജനം പ്രതീക്ഷ അർപ്പിച്ചെങ്കിലും അതൊക്കെ താൽക്കാലികമാണെന്ന് അവരെല്ലാം തിരിച്ചറിയുന്നു. ഒടുവിൽ യഹൂദന്മാർ തിരിച്ചറിഞ്ഞു, ബുദ്ധിക്കും ശക്തിക്കും അപ്പുറം ഒരാധ്യാത്മിക ശക്തിയാലേ ഇസ്രായേലിന് രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന്. ഈ സമയത്ത് പലസ്തീനിലെ ഒരു തച്ചൻ അത്ഭുതങ്ങൾ ചെയ്ത് ആധ്യാത്മിക പ്രബോധനങ്ങൾ നടത്തി ഉയർന്നു വരുന്നു. അവൻ തൻ്റെ മരണത്തിന് മുൻപ് യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജനം വിളിച്ചു പറയുന്നു, ഹോശന്ന ഹോശന്ന ഹോശന്ന. ആ പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക, അടിയന്തരമായി ഞങ്ങളെ വിടുവിക്കുക. എന്തിലൊക്കെ ആശ്രയിച്ചോ അതിലൊന്നും തങ്ങൾക്ക് രക്ഷയില്ല എന്നും ഒടുവിൽ ആധ്യാത്മികത മാത്രമേ തങ്ങൾക്ക് ആശ്വാസം നൽകിയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ജനം മുഴുവനും ക്രിസ്തുനാഥനെ കണ്ടുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. പ്രിയ ശ്രോതാക്കളെ, ആധുനികോത്തര ലോകത്തിൽ ജീവിക്കുന്നവരാണ് നാം. ഭൗതികമായ വളർച്ചയുടെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. ക്ലോണിങ്ങിൽ വരെ എത്തിയിരിക്കുന്ന ഒരു കാലം. 800-ൽ പരം ന്യൂസ് ലൈവ് ചാനലുകൾ കൊണ്ട് ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. ലോകം ഒരു കൊച്ചു ഗ്രാമം പോലെ ആയിരിക്കുന്നു വിവരസാങ്കേതികതയുടെ മുൻപിൽ. പക്ഷേ മനുഷ്യൻ എന്നും
എന്തിലും ആശ്രയിച്ചിട്ടും അവനൊരാശ്വാസമോ ഒരാത്യന്തികമായോ വിടുതൽ ലഭിക്കുന്നില്ല. അവിടെയെല്ലാം അവന് വിടുതലും ആശ്വാസവും ലഭിക്കുന്ന ഏക കേന്ദ്രം ദൈവം മാത്രമാണെന്നും ആധ്യാത്മിക ചിന്തകളാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഭൗതികതയുടെ അതിപ്രസരണത്തിൻ്റെ പിന്നാലെ പായുന്നതിനപ്പുറമായി ആധ്യാത്മികതയെ തിരിച്ചറിയുവാനും ആ ജീവിത അനുഭവത്തിലേക്ക് വളരുവാനുമുള്ള ശ്രമമായി ഈ ഹോശന്ന പെരുന്നാൾ മാറണം. കുറേ നാളുകൾക്ക് മുൻപ് മലയാളം വാരികയിൽ ഷീബ അമീർ എന്ന സ്ത്രീയുടെ ഒരു അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. വളരെ പ്രശസ്തയായ ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ചില നൊമ്പരങ്ങളെ ഭംഗിയായി അതിലാവിഷ്കരിക്കുന്നുണ്ട്. 14 വയസ്സുകാരിയായ മകൾക്ക് അപ്രതീക്ഷിതമായി ബോൺ ക്യാൻസർ ഉണ്ടാകുന്നു. ഡോക്ടർമാർ പറഞ്ഞു, അടിയന്തരമായി മകളുടെ മജ്ജ മാറ്റിവെക്കണം. അതേ രക്തഗ്രൂപ്പുള്ള മകൻ്റെ മജ്ജ മാറ്റിവെക്കണമെന്ന് മനസ്സിലാക്കി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മകനെയും മകളെയും അഡ്മിറ്റ് ചെയ്തു. താഴത്തെ നിലയിൽ ബോൺമാര യൂണിറ്റിൽ മകൾ കിടക്കുകയാണ്. 11ാമത്തെ നിലയിൽ മകൻ്റെ സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഇടുക്കും പരാജയപ്പെട്ട നിമിഷമാണ്. എവിടെയാണ് താൻ നിൽക്കേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എവിടെയോ തളർന്നിരുന്നു. തൻ്റെ ബുദ്ധിയും മിടുക്കും പരാജയപ്പെട്ട നിമിഷം. വൈദ്യശാസ്ത്രത്തിൻ്റെ പോലും പരിമിതികൾ മനസ്സിലാക്കുന്ന നിമിഷങ്ങളിൽ മനസ്സുകൊണ്ട് താൻ എവിടെയോ തളർന്നിരുന്നപ്പോൾ അത് തൻ്റെ ദൈവത്തിൻ്റെ കാൽക്കലായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ജീവിതത്തിൽ എല്ലാം ഇടുക്കും തളർന്നപ്പോൾ എനിക്ക് ആശ്വാസം നൽകിയത് ദൈവത്തിൻ്റെ കാൽപാദങ്ങളായിരുന്നുവെന്ന്. അവർ തുടരുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു മുത്തശ്ശനും പേരക്കുട്ടിയും കൂടെ നടന്നു പോകുന്നു. ഈ കുട്ടിക്ക് 11 വയസ്സ് പ്രായം കാണും. ജീവച്ഛവം പോലെ ഇരിക്കുന്ന ശരീരം. ഒരു പൊതുപ്പ് മാത്രം ഈ കുട്ടി പുതച്ചിട്ടുണ്ട്. ശരീരത്തിൽ 10-30 ക്ലിപ്പുകളുമുണ്ട്. എല്ലും തോലുമായ ശരീരം, മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ. ഏറെ കാഴ്ചയില്ലാത്ത ആ വൃദ്ധൻ അവളെ പിടിച്ച് പതുക്കെ പതുക്കെ നടത്തിക്കൊണ്ടുപോവുകയാണ്. ഇടനാഴിയിൽ ഒറ്റ നാണയമിട്ട് വിളിക്കാവുന്ന ഫോണിൽ നിന്ന് ആ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നു. അമ്മ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ, വേഗം മരണമേ, ഞാൻ മരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി, മരണാസന്നയായ മകളുടെ മുൻപിൽ ആശ്വാസത്തോടെ അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അമ്മ ഇവിടെ നിൽക്കാതെ വേറെ എവിടെയാ പോയിരിക്കുന്നത്? ഇതെന്തൊരമ്മ! ഒന്നുമില്ലെങ്കിൽ എൻ്റെ മക്കൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എവിടെങ്കിലും തളർന്നിരുന്ന അവർക്കായി കരയാനെങ്കിലും എനിക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ എൻ്റെ മുൻവിധികളെല്ലാം പെട്ടെന്ന് തെറ്റിപ്പോയി. ആ വൃദ്ധൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഇങ്ങനെ പറയുന്നു: മോളെ, ഇവൾ പറഞ്ഞത് ശരിയാണ്. നീ എത്രയും വേഗം ഇവിടെ വന്നേ പറ്റുകയുള്ളൂ. ഡോക്ടർ വന്ന് കുറേ മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്. അത് വാങ്ങുവാനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല. എവിടുന്നെങ്കിലും എങ്ങനെങ്കിലും പണമുണ്ടാക്കി നീ ഇവിടെ എത്തണം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷീബ അമീർ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം മകളെ ശുശ്രൂഷിക്കുവാൻ പോലും കഴിയാതെ അവൾക്കായി ഓടി ഓടി നടന്ന് പണം കണ്ടെത്തുന്ന ഒരമ്മയുടെ ദയനീയ മുഖം എൻ്റെ മുൻപിൽ പൊങ്ങി വന്നു. പക്ഷേ ആ വൃദ്ധൻ്റെ ആത്മധൈര്യം എന്നെ സ്പർശിച്ചു. ജീവിതത്തിൻ്റെ കഠിനവേദനയുടെയും നൊമ്പരത്തിൻ്റെയും സമയത്തും ഇച്ഛാശക്തിയോടെ ആ വൃദ്ധൻ അതിനെ നേരിടുന്നത് ആധ്യാത്മിക ശക്തി കൊണ്ട് മാത്രമല്ലേ? യഹൂദ ജനത മുഴുവൻ ക്രിസ്തുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു: ഹോശന്ന, ഇപ്പോൾ രക്ഷിക്കണം. ജീവിതത്തിൽ പലപ്പോഴും നാം പരാജയപ്പെടുമ്പോൾ നമുക്ക് ആശ്വാസമായി, ധൈര്യമായി ദൈവം മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക അനുഭവമാണ് നമ്മെ നടത്തുന്നത്, നമ്മെ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയണം. മോശ വിടവാങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനങ്ങളെ ചേർത്ത് വിളിച്ചു പറഞ്ഞു: പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കനാനിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനത്തിന് മുഴുവനും ആശ്വാസമായിരുന്നു ആ വാക്കുകൾ. മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തപ്പോൾ
അവർ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. മോശ ശക്തമായി പറയുകയാണ്, പ്രതികൂലതകൾ ഏറെ വരുമ്പോൾ അനുകൂലമായി ദൈവം നിങ്ങൾക്ക് താങ്ങായി തണലായി ഉണ്ട്. അങ്ങനെയെങ്കിൽ ഹോശന്ന പെരുന്നാൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ആശയറ്റവർക്ക്, നിന്ദിതർക്ക്, സംഘർഷഭരിതമായ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം ആശ്വാസമാകുന്നു. അവൻ അടിയന്തരമായി ഇടപെടുന്നു, അവനിപ്പോൾ രക്ഷിക്കുന്നു എന്നുള്ള ചിന്ത. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ. ഡോക്ടർ ജോർജ് ശാമുവേൽ ആണവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് 4 മക്കൾ. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചു. ആനി, ജോണി, റോണി. ജോണി, റോണി എന്നീ കുഞ്ഞുങ്ങൾക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന മാരകമായ രോഗമാണ്. മകളുടെ വിവാഹം കഴിച്ചയച്ചു. അപ്രതീക്ഷിതമായി ഭാര്യ മരിച്ചു പോവുകയും ചെയ്തു. ഈ 2 മക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ വേദനയുണ്ടാക്കുന്ന അനുഭവങ്ങളായിരുന്നു. അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ മാത്രമല്ല, മറ്റൊരിടത്തും തനിക്ക് പോകുവാൻ പറ്റുകയില്ലല്ലോ എന്നുള്ളതും ഇദ്ദേഹത്തെ ഏറെ തളർത്തി. എന്നാൽ അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ജോണി വന്ന് ഡോക്ടർ ജോർജ് ശാമുവേലിനോട് പറഞ്ഞു, അപ്പ വിഷമിക്കുകയൊന്നും വേണ്ട. എൻ്റെ ശരീരം തളർന്നാൽ, അസ്വസ്ഥതയുണ്ടായാൽ, തലചുറ്റി വീണാൽ റോണി എനിക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുതരും. അപ്പയും അമ്മയും ആനിയുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അപ്പം ധൈര്യമായിട്ട് പുറത്തു പോയിക്കൊള്ളുക എന്ന്. എന്നിട്ട് ഈ മകൻ അപ്പനോട് പറഞ്ഞ ഒരു വാക്കാണ് ഏറെ സ്പർശനീയം. അപ്പം ഐ പ്ലേസ് മൈ ഫീബിൾ ഹാൻഡ്സ് ഇൻ ഗോഡ്സ് ഏബിൾ ഹാൻഡ്. അപ്പം എൻ്റെ ബലഹീനമായ കരങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ കരങ്ങൾ ബലഹീനമാകുന്ന സന്ദർഭങ്ങൾ കാണാം. ഏറെ അസ്വസ്ഥതകളും സംഘർഷങ്ങളും നേരിടുന്ന അനുഭവം കാണുമായിരിക്കാം. അപ്പോൾ നമ്മൾക്കായി കരങ്ങൾ നീട്ടുന്ന ശക്തനായൊരു ദൈവം, ബലമുള്ള കരങ്ങൾ, ആ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ആഹ്വാനമാണ് ഹോശന്ന പെരുന്നാൾ നമുക്ക് നൽകുന്നത്. 2, ഹോശന്ന തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് കഴുതയുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ ജനകീയ മുന്നേറ്റ യാത്രയാണ്. ഇത് പുരുഷാരത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം വിജയഭേരിയുടെ കുളമ്പടി ശബ്ദത്തോടെ കുതിരപ്പുറത്തുള്ളതായിരുന്നില്ല. താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും സ്വയപരിത്യാഗത്തിൻ്റെയും ശംഖുനാദം മുഴക്കി ഏഴയുടെ വാഹനമായ, എളിമയുടെ പ്രതീകമായ കഴുതയുടെ പുറത്തു കയറിയുള്ള ജനകീയ മുന്നേറ്റ യാത്രയാണ്. ഒരു രാജാവ് ഇത്രമേൽ താഴുന്നത് ചരിത്രത്തിൽ ഒരിക്കലും നാം കണ്ടിട്ടില്ല. ഇന്ന് പല ജനകീയ മുന്നേറ്റ യാത്രയും കണ്ടു മടുത്തിട്ടുള്ളവരാണ് നമ്മൾ. സ്വാർത്ഥ ലാഭത്തിനും ഭൗതിക നേട്ടത്തിനുമൊക്കെ വേണ്ടി ജനകീയ മുന്നേറ്റ യാത്രകൾ ഇന്നത്തെ ലോകത്തിൽ നടത്തപ്പെടുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ യാത്ര പലപ്പോഴും കീശ വർദ്ധിപ്പിക്കുവാനും പബ്ലിസിറ്റി ഉണ്ടാക്കുവാനും ജനശ്രദ്ധ തിരിച്ചുവിടുവാനും പാട്ടു സീറ്റ് പിടിക്കുവാനുമൊക്കെ വേണ്ടിയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കഴുതപ്പുറത്തുള്ള ജനകീയ മുന്നേറ്റ യാത്ര നമ്മെ വെല്ലുവിളിക്കുന്നു. താഴ്മയോടെ സ്വയപരിത്യാഗത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു നേതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത്. ആ കഴുത വിഴുപ്പ് ചുമക്കുന്ന മൃഗമാണ്. ലോകത്തിൻ്റെ മുഴുവൻ വിഴുപ്പായി മാറി യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. യെരുശലേമിലേക്ക് പോയ ക്രിസ്തു പിന്നീട് നസറത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. താൻ ക്രൂശിൽ യാഗമായി തീരുന്നു. പരിശുദ്ധമായ ഹോശന്ന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എളിമയുടെ, താഴ്മയുടെ, വിനയത്തിൻ്റെ മാർഗമാണ്. ഇടിച്ചു കയറുവാനും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാനും ശ്രമിക്കുന്ന ഇന്നത്തെ ഭൗതികവാദത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ക്രിസ്തു വ്യത്യസ്തനാകുന്നു. ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുന്നു. ജീവിത നിയോഗങ്ങളെ വളരെ വിനയാന്വിതമായി ഏറ്റെടുക്കുക. ക്രൂശോളം സഹിക്കുകയും ക്ഷമിക്കുകയും സ്വയപരിത്യാഗത്തിൽ നീങ്ങുകയും ചെയ്യുക.
യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു, ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനുമാണ് താൻ വന്നത്. ആ സ്വയപരിത്യാഗത്തിൻ്റെ മാർഗമാണ് കഴുതയുടെ മുകളിൽ കയറി യെരുശലേമിലേക്ക് യാത്ര നടത്തുന്ന ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു സ്പർശനീയമായൊരു അനുഭവമുണ്ട്. ആദ്യകാലങ്ങളിൽ തൻ്റെ സ്ഥാപനത്തിന് പണം കണ്ടെത്തുവാൻ അമ്മ ഏറെ വിഷമിച്ചു. കൽക്കട്ട തെരുവീതികളിൽ ഒരു യാചകയെപ്പോലെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പണം കണ്ടെത്തുവാൻ നന്നേ പ്രയാസപ്പെട്ട സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ മുൻപിൽ കൈനീട്ടി. അമ്മയെ പരിഹസിക്കുവാൻ എന്നുള്ള ചിന്തയോട് അമ്മയുടെ കരം പിടിച്ചിട്ട് ആ മനുഷ്യൻ കാർക്കിച്ചു തുപ്പി. അമ്മ ആ കരം മാറ്റി അടുത്ത കരം നീട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ എനിക്കുള്ളത് തരുവാനുള്ളത് തന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരുവാനുള്ളത് തരിക. കണ്ണു നിറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അമ്മയുടെ കാലിൽ വീണു. അമ്മ, പൊറുക്കണം, എനിക്കുള്ളതെല്ലാം നിനക്കാണ്. തൻ്റെ സമ്പാദ്യത്തിൽ ഒരു നല്ലൊരു ഭാഗം അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആ ചെറുപ്പക്കാരൻ മാറ്റിവെക്കുന്നു. എവിടെയാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്? എവിടെയാണ് ഒരു മനുഷ്യൻ മഹത്വീകരിക്കപ്പെടുന്നത്? എവിടെയാണ് ഒരു മനുഷ്യൻ നല്ല സാക്ഷ്യം നിർവഹിക്കുന്നത്? എളിമയുടെ, താഴ്മയുടെ മാർഗത്തിലേക്ക് നീങ്ങുമ്പോഴാണ്. യെരുശലേമിൽ കഴുതക്കുട്ടിയുടെ ചുമലിൽ യാത്ര ചെയ്ത ക്രിസ്തുനാഥൻ കാൽവറി കുരിശിൽ യാഗമാകുന്നുവെങ്കിലും 3-ാം ദിനം ഉദ്ധിതനാകുന്നു, മഹത്വീകരിക്കപ്പെടുന്നു, തേജസ്വീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നാം എളിമയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും പാഠങ്ങൾ എവിടെ അഭ്യസിക്കുന്നുവോ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുവോ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നാം തേജസ്വീകരിക്കപ്പെടുന്നു, മഹത്വീകരിക്കപ്പെടുന്നു, ദൈവ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു. പരിശുദ്ധമായ ഈ ഹോശന്ന തിരുനാൾ നമ്മെ അതിനായിട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാം പരാജയപ്പെടുമ്പോൾ നമ്മിൽ ഇടപെടുന്നത് ആധ്യാത്മികത ഒന്നു മാത്രമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. എളിമയുടെയും താഴ്മയുടെയും പാഠങ്ങൾ അത് നമ്മെ മഹത്വീകരിക്കുമെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കട്ടെ. ഹോശന്ന പെരുന്നാളിൽ അടുത്തു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹ വന്ദനം.